വിശുദ്ധ ബലിയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. യേശുവിൻ്റെ ജീവിതം ബലിയായി തീർന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാൽവരിയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ബലി അർപ്പിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ബലിപീഠത്തിൽ നിന്ന് കത്തുന്ന മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞ് ആളിക്കത്തുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോ വിശുദ്ധ ബലിയിലും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വിശുദ്ധ ബലി പൂർണ്ണതയിൽ അർപ്പിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ബലിവസ്തുക്കൾ കുറവുകളുള്ളതാണെങ്കിൽ അവയെല്ലാം ബലി ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. പരിശുദ്ധ അമ്മ അവയെല്ലാം ബലിവസ്തുവായ യേശുവിൻ്റെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ സമർപ്പിക്കും. നമ്മുടെ ബലിയിൽ ഊനമറ്റ കുഞ്ഞാടായ യേശുക്രിസ്തു സ്വയം ബലി അർപ്പിക്കപ്പെടുമ്പോൾ പിതാവായ ദൈവത്തോട് ഈ ബലി സ്വീകരിക്കണമേ എന്ന് നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ കാഴ്ചവസ്തുക്കളെയും യേശു തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ബലി അർപ്പിക്കുമ്പോൾ തൻ്റെ ഏകജാതനെ പ്രതി പിതാവ് ആ ബലി സ്വീകരിക്കും. ശുശ്രൂഷകരായി വരുന്നത് മാലാഖമാരാണ്. ബലി അർപ്പിക്കുമ്പോൾ പല വിചാരങ്ങൾ വന്നാൽ നീ ബലി അർപ്പണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെയാണ്. വൈദികൻ ബലിയർപ്പണത്തിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയി തിരിച്ചു വരുന്നത് പോലെ. അതുകൊണ്ട് കുർബാന പുസ്തകം നിർബന്ധമായും കയ്യിലെടുക്കണം. കുർബാനയിലെ ഓരോ വാക്കിനും ദൈവിക സാന്നിധ്യമുണ്ട്. അതിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. വിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഈശോയോടൊപ്പം രാജകീയ പൗരോഹിത്യത്തിൽ അൽമായരും പങ്കുകാരാണ്. നമ്മളും പുരോഹിത ഗണത്തിൽ ഉള്ളവരാണ്. അതിനാൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ലഭിച്ച വൈദികനും മാമോദീസായുടെ പൊതു പൗരോഹിത്യത്തിൽ ലഭിച്ച അൽമായനും ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉദ്ധാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, 2-ാം വരവ് ഇവയെല്ലാം അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. കുർബാനയിലെ ഓരോ അടയാളങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലെങ്കിൽ എല്ലാം ഗോഷ്ഠിയായി മാറും. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന പലർക്കും വിരസമായി മാറുന്നത്. സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് 9 ഭാഗങ്ങളുണ്ട്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫറ 4 ഭാഗങ്ങൾ, അനുരഞ്ജന ശുശ്രൂഷ ഭാഗം 1, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ ഭാഗം 2, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ആമുഖ ശുശ്രൂഷ എളിമയുടെ താഴത്തെ പടിയിൽ നിന്ന് അനുരഞ്ജനപ്പെട്ട് വിശുദ്ധ ബലി ആരംഭിക്കാം. ഈശോയുടെ കൂടെയാണ് ബലി അർപ്പിക്കുന്നത് എന്ന ബോധം ഓരോ ബലിയർപ്പണത്തിലും ഉണ്ടാകണം. ആദ്യമായി പ്രാരംഭഗാനം ആലപിക്കുന്നു. ഇതാ ഈശോ ബലിവസ്ത്രം അണിഞ്ഞ് ബലിപീഠത്തിൽ വന്നു നിൽക്കുന്നു. പരിശുദ്ധ അമ്മയും സകല മാലാഖമാരും ദൂതന്മാരും വിശുദ്ധന്മാരും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും പരിശുദ്ധ ത്രിത്വവും അണിചേരുന്നു. മിശിഹ വന്നു എന്ന രഹസ്യം ആഘോഷിക്കപ്പെടുകയാണ്. വിരി മാറ്റുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. ദൈവം മനുഷ്യനെ തേടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ത്രോണോസ് മിശിഹ പിറന്നു വീണ കാലിത്തൊഴുത്തിനെ സൂചിപ്പിക്കുന്നു. ധൂപാർപ്പണം ഉണ്ണി മിശിഹായുടെ പരമമായ ആരാധനയാണ് സൂചിപ്പിക്കുന്നത്. മണികിലക്കും 6 ചിറകുള്ള മാലാഖമാർ സ്വർഗത്തിൽ നിന്നും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്ന് ഉണ്ണിയേശുവിനെ കുമ്പിട്ട് ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും സൂചിപ്പിക്കുന്നു.
പുരോഹിതൻ ത്രോണോസ് സ്തൂപിക്കുമ്പോൾ കത്തിച്ച തിരിയുമായി ശുശ്രൂഷകൻ പുരോഹിതനോടൊപ്പം പോകും. അത് മിശിഹായുടെ മുന്നോടിയായ സ്നാപക യോഹന്നാനെ സൂചിപ്പിക്കുന്നു. ഗാനം ആലപിക്കുന്നു. ഈ സമയം ഈശോയുടെ കൽപ്പന പ്രകാരം കുമ്പസാരിച്ച് അനുരഞ്ജനപ്പെട്ട് പുതിയ ബലിപീഠം പണിത് ഈശോയോട് ചേർന്ന് ബലിയർപ്പിക്കാം. ഗാനം ആലപിക്കുന്നു. ക്രിസ്തുവിന്റെ രക്ഷാകരമായ പിറവിയുടെ രഹസ്യം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയം ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിൽ ഉപകരണമാകാൻ വേണ്ടി സ്വന്തം ആത്മാവും ശരീരവും ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ രൂപിയുടെ പ്രവർത്തനത്താൽ അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിച്ചതുപോലെ പുരോഹിതൻ അപ്പവും വീഞ്ഞും സ്വർഗീയ പിതാവിന് സമർപ്പിച്ച് കൂദാശ വചനം ഉരുവിടുമ്പോൾ പരിശുദ്ധ രൂപിയാൽ ആവസിച്ച് തിരുശരീര രക്തങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരം നവീകരിക്കപ്പെടുകയും മനുഷ്യപ്രകൃതിയുടെ ചട്ടയണിഞ്ഞ് ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ ഔസേപിതാവും പരിശുദ്ധ കന്യാമറിയവും മാലാഖമാരും ആട്ടിടയന്മാരും ആരാധിച്ചതുപോലെ നമുക്കും ആരാധിക്കാം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. ഗാനം ആലപിക്കുന്നു. സ്തുതിപ്പോടുകൂടിയുള്ള കർത്തൃ പ്രാർത്ഥനയാണത്. പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ബലി സ്വീകരിക്കണമേ എന്ന് യാചിക്കാം. അടുത്തതായി സങ്കീർത്തനം ആലപിക്കുന്നു. നമുക്ക് ദൈവപരിപാലനയെ ഓർത്ത് പിതാവായ ദൈവത്തെ സങ്കീർത്തനങ്ങളുടെ സ്തുതിച്ച് ദാവീദ് രാജാവിനെ പോലെ നമുക്കും രക്ഷകനായ ഉണ്ണിമിശിഹായെയും പിതാവായ ദൈവത്തെയും സ്തുതിക്കാം. കർത്താവേ മമ രാജാവേ. അടുത്തതായി ഉദ്ദാനഗീതം ആലപിക്കുന്നു. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കും. യേശുവിന്റെ ഉദ്ധാനവും മരണശേഷവും ഉള്ള നമ്മുടെ ഉയർപ്പും നമുക്ക് ഓർക്കാം. ഉദ്ധിതനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഏറ്റുപറഞ്ഞ് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ സൃഷ്ടാവാണെന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സജീവമായ പങ്കാളിത്തമുണ്ടെന്നും ഏറ്റുപറയാം. തുടർന്ന് സർവവും മറന്നുകൊണ്ട് മുഴുവൻ ശ്രദ്ധയും ദൈവത്തിൽ അർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും വ്യക്തികൾക്ക് വേണ്ടിയും ദൈവത്തിന് ബലിയർപ്പിച്ച് സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കാം.